നയമില്ലാത്ത നയപ്രഖ്യാപനം നടത്തിയ പിണറായി സർക്കാരിനെ തകർത്തെറിയുന്നൊരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് സഭയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കണ്ടത്. സംഘപരിവാറിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗവും അതിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ബാല്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപാദിച്ചു. അതുപോലെ രാത്രിക്ക് രായ്മാനം പോയി PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതും പറഞ്ഞ് അദ്ദേഹം ഭരണപക്ഷത്തിൻ്റെ കൊമ്പൊടിച്ചു. എന്നാൽ അതിനേക്കാളെല്ലാം വൈകാരികമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. മുന്നറിയിപ്പ് എന്നതിനപ്പുറം സതീശന്റെ പ്രസംഗത്തിൽ അപൂർവമായി കാണുന്ന വളരെ വൈകാരിക രംഗങ്ങളാണ് ഇന്ന് സഭയുടെ വൈകിയ വേളയിലും കണ്ടത്. ശിവൻകുട്ടിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് സഭയിലെ എല്ലാ അംഗങ്ങളും ഇന്ന് രാവിലെ മുതൽ പറയുകയും സോഷ്യൽ മീഡിയയിൽ സതീശനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുവെങ്കിലും അതിനൊന്നും ലവലേശം കൂസാതെ അദ്ദേഹം മറുപടി പറഞ്ഞു സഭയിൽ. സോണിയാഗാന്ധി ഞങ്ങൾക്കെല്ലാം അമ്മയ്ക്ക് തുല്യമാണെന്നും ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നും പറഞ്ഞ സതീശൻ അവർ സ്വർണം കട്ടു എന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ വീണ്ടും താക്കീത് ചെയ്തു. ശബരിമലയിലെ സ്വർണം സോണിയാഗാന്ധി കട്ടുവെന്നും ആ സ്വർണം അവരുടെ വീട്ടിലുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞ ശിവൻകുട്ടി മാപ്പ് പറയണമെന്ന് ആദ്യ ദിവസം തന്നെ സതീശൻ പറഞ്ഞതാണ്. അത് ഇന്നും ആവർത്തിച്ചു. പിന്നീട് സ്പീക്കർക്ക് രേഖാമൂലം പരാതി നൽകിയതിനെക്കുറിച്ചും സതീശൻ വ്യക്തമാക്കി. എന്നിട്ടും മാപ്പ് പറയാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് അതിശക്തമായി താൻ ശിവൻകുട്ടിയെ വിമർശിച്ചത് എന്ന് സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. ആ വിമർശനം താൻ പിൻവലിക്കാമെന്നും എന്നാൽ ആദ്യം സോണിയാഗാന്ധിയെക്കുറിച്ച് ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് സതീശൻ സഭയെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത്. സഭയിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ചാണ് ശിവൻകുട്ടി എന്ന മന്ത്രി തീർത്തും അസഭ്യം പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും പാടില്ല എന്ന് സ്പീക്കറും മുഖ്യമന്ത്രിയും പല കാര്യങ്ങളിൽ പറഞ്ഞതിന് നമ്മൾ ഓർക്കുന്നുണ്ട്. സഭയിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ അധിക്ഷേപം പറയാൻ പാടില്ല. എന്നാൽ സതീശൻ അതിൻ്റെ മറുപടിയായി സഭയ്ക്ക് പുറത്തു നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞത്, അതും സഭയിലെ ശിവൻകുട്ടി മന്ത്രിയെക്കുറിച്ച്. ഏതായാലും ശിവൻകുട്ടി ചെയ്തത് വലിയ തെറ്റ് എന്നിരിക്കെ CPM-ന് വലിയ തിരിച്ചടിയാണ് ഇതിൽ വരാൻ പോകുന്നത്. അതിനുള്ള എല്ലാ വെടിമരുന്നും സതീശൻ ഇന്ന് കേരളം അറിയാൻ വേണ്ടി സഭയിൽ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ തന്നെ ഒന്ന് കണ്ടു നോക്കാം. എത്ര പേരാണ് നമ്മളോടെല്ലാം വന്ന് വ്യക്തിപരമായി അവർക്കുണ്ടായ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. സങ്കടങ്ങൾ, ഭയമാണ് കുട്ടികൾ വരുമ്പോൾ. ആ രീതിയിലേക്ക് കേരളം മാറുമ്പോൾ, ഈ ഡ്രഗ്സിന്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റാൻ പലരും ശ്രമിക്കുമ്പോൾ, ആ മാഫിയ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഒരു ഗവൺമെന്റിനുള്ള ഫീലിംഗ് ഉണ്ടോ? ഗവൺമെന്റിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ മറുപടി പറയണം. ഇപ്പോ സർക്കാർ ജീവനക്കാരുടെ, പെൻഷൻകാരുടെ, അധ്യാപകരുടെ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം കോടി കൊടുക്കാനുണ്ട്. ആ DA കുടിശ്ശികയുണ്ട്. ആ DA അവകാശമല്ല എന്ന് കോടതിയിൽ പറഞ്ഞു. ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് പറഞ്ഞതെന്ന് ഓർക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താണ്, സമര പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്ന എല്ലായിടത്തും പോയി. ആ LDF ഗവൺമെന്റ് കോടതിയിൽ പോയി പറഞ്ഞു ജീവനക്കാർക്ക് DA അവകാശമല്ല എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു LDF ഗവൺമെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ലെഫ്റ്റും അല്ല, നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണ്. തീവ്ര വലതുപക്ഷ സർക്കാരാണ്. തീവ്ര വലതുപക്ഷ സർക്കാർ, ഒരു സംശയമില്ല. ഇതൊക്കെയാണ് നമ്മൾ ഓരോ ഗവൺമെന്റിന്റെയും ഇടത് സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ പാർട്ടിയിലെങ്കിലും ചോദിക്കണം, വാ തുറന്ന്. അല്ലെങ്കിൽ LDF കൂടുമ്പോഴെങ്കിലും ചോദിക്കണം, എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം സർക്കാർ ഹൈക്കോടതി പോയെടുത്തതെന്ന്. നേരത്തെ പറഞ്ഞപ്പോ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അല്ലേ ചില കാര്യങ്ങൾ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആ കാര്യം നമ്മളെ വിളിച്ചു വരുത്തി സംസാരിച്ച് എന്താണ് പരാതി എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്, ചങ്കൂറ്റമില്ലാത്തതുകൊണ്ട് 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നേ, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി. അത് എന്റെ പേര് പറയാണ് എപ്പോഴും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ ഇതിനു മുമ്പ് ഈ സഭയെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ശരിയായ പാതയിലല്ല പോകുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റീവ് ഫോഴ്സായി പാർട്ടിയിലൊക്കെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല, മുട്ട് കൂട്ടിയിടിക്കും. നിങ്ങൾക്ക് അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്കില്ല. സാർ 30 ലക്ഷം പേര്
ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ കിടക്കുകയാണ്. എന്താണ് സ്ഥിതി സർ? വന്യജീവി ആക്രമണം. എത്ര പേരാണ് മരിച്ചത്? എത്ര പേരുടെയാണ് കൃഷി തകർന്നത്? സാർ, പണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അവര് ഈ കിഴങ്ങ് കൃഷിയാണ്. കപ്പ, ചേന, ചേമ്പ്. ഒരു കൃഷിയില്ല. കാരണം എന്താ? എല്ലാം പന്നി കുത്തി മലത്ത്. വാഴ മുഴുവൻ നശിപ്പിച്ചു. ഞാൻ ആതിരപ്പള്ളി പോയപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും പ്ലാവ് വെട്ടി മാറ്റുക. ഞാൻ ചോദിച്ചു എന്താ? അയ്യോ, പ്ലാവ് ഉണ്ടെങ്കിൽ ചക്ക ഉണ്ടാവും, ചക്ക ഉണ്ടെങ്കിൽ ആന വരും, അതുകൊണ്ട് പ്ലാവ് മുഴുവൻ വെട്ടി മാറ്റുകയാണ്. വാഴ വയ്ക്കുന്നില്ല. മഞ്ഞങ്ങ പരുവത്തിൽ തെങ്ങിക്കേറി കുരങ്ങ് നാളികേറിട്ടുകൊണ്ട് പോവാണ്. നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു. എത്രയോ സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നിസ്സംഗരായി നിൽക്കുന്നു. ആ പാവപ്പെട്ട മനുഷ്യരെ ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കും ഒക്കെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല. ചെറുവിരൽ. നിങ്ങൾ ഈ വന്യജീവി ആക്രമണം തടയാൻ നിങ്ങളുടെ സർക്കാർ ചെറുവിരൽ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നയമില്ലാത്ത നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. സർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സർ, നിങ്ങളിവിടെ പറഞ്ഞു സെക്യുലർ സ്റ്റാറ്റിന്റെ കാര്യം പറഞ്ഞു. സർ, നിങ്ങൾക്ക് എന്താ? ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. കാരണം ഇപ്പോൾ സംഘപരിവാരോ BJP-ക്കാരോ വന്ന് ഒരു വർഗീയത ഇളക്കാൻ നോക്കിയാൽ നമുക്ക് അത്ഭുതമില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അതാണ്. അവരെന്താ ചെയ്യുന്നത്? ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചരണം നടത്തി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. നിങ്ങൾ സംഘപരിവാറിന്റെ അതേ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോയല്ലോ. മുൻ മന്ത്രി AK ബാലന്റെ പ്രസ്താവന, രണ്ടാമത് അവിടെ ഇരിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എല്ലാം എന്താ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നോ? അത് വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സംഘപരിവാറിന്റെ അതേ പാതയിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ പോകരുത് ആ വഴി. നിങ്ങളിവിടെ കേരളത്തിൽ നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങൾ ആ വഴിയെ പോകരുത്. നിങ്ങൾ അവരുടെ പാതയിൽ സഞ്ചരിക്കരുത്. അത് കേരളത്തിനെ അപകടകരമായ സ്ഥിതിയിലെത്തും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്കും ഇവിടെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട് എന്ന് പൊതുപ്രവർത്തകരായ, രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടാകണം, നമുക്കൊരു തീരുമാനമുണ്ടാകണം. ദയവ് ചെയ്ത് നിങ്ങൾ സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സർ, ഞാനൊരു കാര്യം, ഒരുപാട് അംഗങ്ങൾ ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നിവരോട് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. സഭാ നടപടികൾ ഇവിടെ ചരിത്രത്തിൽ സ്തംഭിപ്പിക്കുന്നത് ആദ്യമല്ല. ഞങ്ങൾ സ്തംഭിപ്പിച്ചു. ഞങ്ങൾ ശബരിമല വിഷയത്തിൽ സമരമാണ്. അതിന്റെ ശരിതെറ്റുകളിലേക്കല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യാൻ. ഞങ്ങളിപ്പോൾ പുറത്ത് സമരം ചെയ്യും, ഇവിടെ സമരം ചെയ്യും. ഞങ്ങളിവിടെ സമരം ചെയ്തപ്പോൾ ഇവിടെ ചോദ്യോത്തര വേള നടക്കുന്നതിനിടയിൽ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിന് മൈക്ക് കിട്ടി. സാർ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടത്? അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതെന്തൊരു അച്ചടക്കമില്ലായ്മയാണ്, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ഒരുപാട് പരിഹസിച്ചു. സാർ, അതിനുശേഷം അദ്ദേഹം, ഞങ്ങളുടെ പ്രിയങ്കരിയായ നേതാവാണ് സോണിയാഗാന്ധി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ഞങ്ങൾക്കെല്ലാം മാതൃതുല്യാണ് സോണിയാഗാന്ധി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം, ഞങ്ങൾക്ക് മാതൃതുല്യാണ്, അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ. സാർ, അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം. അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാൻ. സാർ, ഞങ്ങൾക്ക് വേദനയുണ്ടായി, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായി. സാർ, ഞാൻ ആദ്യം എന്താ ചെയ്തത്? ആ മന്ത്രിക്കെതിരായി പോയി സംസാരിക്കുകയാണോ ചെയ്തത്? ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ജലമന്ത്രിമാര് അതിന്റെ കൂടെ കൂടി. പക്ഷെ ഇദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് ശബരിമലയിലെ സ്വർണമാണ് എന്ന് വരെ അവരെ അധിക്ഷേപിച്ചു. അവർ 80 വയസ്സായ സ്ത്രീയാണ്, അവരെ അധിക്ഷേപിച്ചു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. സാർ, അവരാരാണ് സാർ? എന്നിട്ട് ഞാൻ പുറത്തുപോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. മാപ്പ് പറയണം, അതാണ് ആദ്യം പറഞ്ഞത്. മാപ്പ് പറയണമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മോശമാകും പറഞ്ഞില്ല. സാർ, രണ്ടാമത് ഞാൻ അങ്ങേക്ക് എഴുതി തന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം.
സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെക്കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പാവം സ്ത്രീയെക്കുറിച്ച് ഇത്രയും പ്രബുദ്ധമായ ഒരു നിയമസഭയിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, എഴുതി മാറ്റിയില്ല, ഒരു നടപടി അങ്ങ് സ്വീകരിച്ചില്ല. സർ, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു, സത്യമാണ്. പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത് ആ പ്രസംഗം കേൾക്കും. അല്ല ഉണ്ടെങ്കിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. പിന്നെ സാർ എന്നിട്ട് ഞങ്ങൾ അത് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട, പണ്ട് അദ്ദേഹം ചെയ്ത കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ മോശമായിട്ടൊന്നും പറയില്ല, അതിശയിച്ചു. അത് സത്യമല്ലേ? അദ്ദേഹം ഇവിടെ ഡെസ്കിൽ കയറി നിന്നും ഇവിടുത്തെ ഈ നിയമസഭ അലങ്കോലപ്പെടുത്തിയ ഒരാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. സത്യമാണ്, അതിലെന്താ അതിശയം? അത് പറഞ്ഞു, ശരിയല്ലേ അത്? പക്ഷേ ഇല്ല, ഞാൻ നിങ്ങൾക്ക് വഴങ്ങുന്നില്ല. സാർ, പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല. സാർ, എനിക്ക് പറയാനുള്ളത് അധിക്ഷേപിച്ച് അല്ല പറഞ്ഞത്. എങ്കിലും സാർ ഞാൻ ആ പ്രസ്താവന ഞാൻ 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ. പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എന്റെ പ്രസ്താവന പിൻവലിക്കാം. ഇത് അങ്ങയെ അറിയിക്കുന്നു. സാർ, ഈ നയപ്രഖ്യാപനം ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു.